സൗരയൂഥത്തിലെ അഴകേറിയ ഗ്രഹമാണല്ലോ ശനി. ഭൂമിയിൽ നിന്ന് ഏകദേശം 1.5 ബില്യൺ കിലോമീറ്റർ അകലെയാണ് ഈ വളയഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയേക്കാൾ 9 മടങ്ങ് വലിപ്പമുള്ള ശനി ഗ്രഹം വാനനിരീക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഈ വളയങ്ങൾ അപ്രത്യക്ഷമാകുന്നതായാണ് ശാസ്ത്രലോകം തരുന്ന വിവരം. കോടിക്കണക്കിന് പാറകഷ്ണങ്ങളും പൊടിപടലങ്ങളും ചേർന്ന വളയങ്ങൾ പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര വർഷം കൊണ്ട് ഇവ പൂർണ്ണമായും മായുമെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നില്ല. ഈ വളയങ്ങളുടെ കട്ടി കുറഞ്ഞ് നേർത്തതാകുന്നുവെന്നാണ് കണ്ടെത്തൽ. ശനിയുടെ വളയങ്ങൾക്ക് 100 ദശലക്ഷം വർഷത്തെ പഴക്കം മാത്രമാണുള്ളത്. കോസ്മിക് സ്കെയിലിൽ വളരെ കാലം നീണ്ടു നിൽക്കുന്നതായി തോന്നുമെങ്കിലും ഈ വളയങ്ങളുടെ ഭാവി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ. വളയങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകാൻ ഇനിയും 100 ദശലക്ഷം വർഷങ്ങൾ എടുക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. വേഗത്തിലുള്ള മരണം എന്നാണ് ഇതിനെക്കുറിച്ച് നടത്തുന്ന പഠനം. 100 ദശലക്ഷ വർഷം എന്നത് ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ സമയമായതിനാലാണ് വേഗത്തിലുള്ള മരണമെന്ന് വിശേഷിപ്പിക്കുന്നത്. ശനിയുടെ വളയത്തെക്കുറിച്ച് അതിശയിപ്പിക്കുന്ന വിവരങ്ങളാണ് നാസ പുറത്തുവിട്ടിരിക്കുന്നത്. ശനിയുടെ വളയം ഒറ്റ വളയമല്ല, പ്രധാന വളയങ്ങൾ 7 എണ്ണമാണ്. ഇവയ്ക്ക് ഓരോന്നിനുമിടയിൽ ഉപവളയങ്ങളുമുണ്ട്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തേക്കാൾ വിസ്താരമുണ്ട് ഇവയ്ക്ക്. ഇവയുടെ ശരാശരി കനം 1 കിലോമീറ്റർ താഴെയാണ്. നേർത്ത വളയങ്ങളിലൂടെ അപ്പുറത്തെ നക്ഷത്രങ്ങളെ കാണാനാകും. ശനിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് പാറകഷ്ണങ്ങളും പൊടിപടലങ്ങളും ചേർന്നതാണ് ഈ വളയങ്ങൾ. ഇവയ്ക്ക് ചെറു തരിയുടെ വലിപ്പം മുതൽ ഒരു ബസിന്റെ വലിപ്പം വരെ കാണും. ഭൂമിയിൽ നിന്ന് ഏറെ ദൂരെയാണ് ശനി. അതുകൊണ്ട് തന്നെ പാറകഷ്ണങ്ങൾക്കിടയിലൂടെ വിടവ് കാണാൻ കഴിയില്ല. അതാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒറ്റ വളയമായി തോന്നുന്നത്. മനുഷ്യന്റെ ത്രിമാന കാഴ്ച പരിമിതിയാണ് ഇതിനാധാരം. ശനിയുടെ ശക്തമായ ഗുരുത്വാകർഷണത്തിന് വിധേയമായി അതിന്റെ ഒരു ഉപഗ്രഹം ചിതറിപ്പോയപ്പോഴാണ് വളയത്തിലെ പൊടിപടലങ്ങളും പാറക്കല്ലുകളും ഉണ്ടായതെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.